നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായി കേരള വിഷൻ സംരംഭക കൺവെൻഷൻ വ്യാഴാഴ്ച തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ചിമ്മിനി ഡാമിന്റെ 4 ഷട്ടറുകളും 2 സെന്റിമീറ്റർ വീതം തുറന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നത്. പോലീസ് ചമഞ്ഞ് അതിഥി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നയാളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ചാവക്കാട് സ്വദേശി. പേരാമ്പ്ര അപ്പോളോയ്ക്ക് സമീപം റോഡിൽ തുറന്നു കിടക്കുന്ന കാന അപകട ഭീഷണിയായി. ചെറുകുന്നിലേക്ക് റോഡ് തിരിയുന്ന ഭാഗത്തുള്ള യു-ടേണിന് സമീപത്താണ് സ്ലാബ് തകർന്ന് കാന തുറന്നു കിടക്കുന്നത്. ചെറുകിട സ്വയം തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന വാങ്ങുന്ന യൂസർ ഫീ മാലിന്യത്തിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വാങ്ങാനുള്ള നടപടി പഞ്ചായത്തുകൾ സ്വീകരിക്കണമെന്ന് ആവശ്യമുയർന്നു. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായി കേരള വിഷൻ സംരംഭക കൺവെൻഷൻ വ്യാഴാഴ്ച തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 1500 കേബിൾ TV സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന സംരംഭക കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. സംരംഭക കൺവെൻഷന്റെ ഉദ്ഘാടനം രാവിലെ 10:30 ബെന്നി ബെഹന്നാൻ MP നിർവഹിക്കും. സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകളാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദശകങ്ങളായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. പ്രാദേശിക ക്ലസ്റ്ററുകൾ മുതൽ സംസ്ഥാന തലം വരെ ഒട്ടേറെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും മാധ്യമ സ്ഥാപനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർമാരും 100 കണക്കിന് സംരംഭക കൂട്ടായ്മകൾക്ക് നേതൃത്വപരമായ പിന്തുണ നൽകുന്നത് COA ആണ്. രാജ്യത്തെ കേബിൾ TV വരിക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു വരുമ്പോഴും കേരള വിഷൻ തുടർച്ചയായ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള 5ാമത്തെ സേവനദാതാവായി കേരള വിഷൻ ഡിജിറ്റൽ TVയും 7ാമതെത്തിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡും സംസ്ഥാനത്ത് 1ാമതെത്തിയത് ഈ സംരംഭകത്വ മാതൃകയുടെ ഫലമായിട്ടാണ്. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ ആടച്ചക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഫൈബർ വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിച്ചതും ഈ സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷനാണ്. കേരള സമൂഹത്തിന്റെ വിശ്വാസവും അകമഴിഞ്ഞ പിന്തുണയും നേടാൻ കേരള വിഷന് സാധിച്ചതുകൊണ്ടാണ് രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻ മൂലധന കമ്പനികളുടെ കടുത്ത മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് COAയുടെ സംരംഭങ്ങൾക്ക് ഈ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞത്. തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ ചേരുന്ന സംരംഭക കൺവെൻഷനിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും. K ബാലചന്ദ്രൻ MLA കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന്റെ കൊമേഴ്സ്യൽ ലോഞ്ചിംഗ് നിർവഹിക്കും. ഇസാഫ് ബാങ്ക് MD പോൾ തോമസ് സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസാരിക്കും. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കിയ ആധുനികവൽക്കരണങ്ങളും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും. ഇതോടൊപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരിക്കും. പ്രവേശനം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും. കൺവെൻഷന് ശേഷം വൈകിട്ട് 5 മണി മുതൽ 2ാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റും മെഗാ ഷോയും ഇതേ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, KCCL MD PP സുരേഷ് കുമാർ, ഇൻഫോ മീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ പങ്കെടുത്തു. ഈ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് 5 ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷനും അതുപോലെ തന്നെ 5 ലക്ഷം ഡിജിറ്റൽ കണക്ഷനും പുതിയതായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് കേരള വിഷൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് കൂടി പ്രാപ്യമാവുന്ന രീതിയിൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേരള വിഷൻ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള വിഷൻ്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപകരായിട്ടുള്ള ഓപ്പറേറ്റർമാരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. കേരള വിഷൻ്റെ ഒരു പ്രത്യേകത, ഒരു സംഘടന എന്ന നിലയിൽ COA എന്ന ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ കീഴിലുള്ള വിവിധ സംരംഭങ്ങളിൽ കേബിൾ TV ഓപ്പറേറ്റർമാരിൽ നിന്ന് തന്നെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കമ്പനികൾ രൂപീകരിച്ചിട്ടുള്ളത്.
ചിമ്മിനി ഡാമിന്റെ 4 ഷട്ടറുകളും 2 സെന്റിമീറ്റർ വീതം തുറന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നത്. ചിമ്മിനി ഡാമിലെ നിലവിലെ ജലനിരപ്പ് 73.12 മീറ്ററാണ്. ഡാമിൽ സംഭരണശേഷിയുടെ 83% ജലം ഉള്ളത്. മുൻകരുതലിന്റെ ഭാഗമായാണ് വെള്ളം തുറന്നുവിടുന്നത്. കുറുമാലി, കരുവന്നൂർ പുഴകളിൽ 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. തീരങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം. ചിമ്മിനി വൈദ്യുത നിലയത്തിലെ വൈദ്യുതി ഉൽപാദനത്തിനായി 6.36 ഘനമീറ്റർ ജലം ഓരോ സെക്കൻഡിലും തുറന്നുവിടുന്നുണ്ട്. പോലീസ് ചമഞ്ഞ് അതിഥി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നയാളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് പാലിയൂർ സ്വദേശി കറുപ്പം വീട്ടിൽ 35 വയസ്സുള്ള ഫവാദിനെയാണ് മറ്റത്തൂരിൽ നിന്നും പോലീസ് പിടികൂടിയത്. കൊടകരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇയാൾ ഈ പ്രദേശത്ത് തന്നെയുള്ള അതിഥി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത്. 18,500 രൂപയും മൊബൈൽ ഫോണും അതിഥി തൊഴിലാളികളിൽ നിന്നും തട്ടിയെടുത്തു. കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതിനെ തുടർന്ന് തൊഴിലാളികളെ ആക്രമിക്കുകയും മൊബൈൽ ഫോണുകൾ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തതായും പരാതിയുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് സമാന രീതിയിൽ ഇയാൾ പണം തട്ടിയെടുത്തിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. കൊടകര CI PK ദാസ്, SI EA സുരേഷ്, ASI-മാരായ ആഷ്ലിൻ, ബൈജു, CPO ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊടകര ദേശീയപാതയിലെ പേരാമ്പ്ര അപ്പോളോയ്ക്ക് സമീപം റോഡിൽ തുറന്നു കിടക്കുന്ന കാന അപകട ഭീഷണിയായി മാറി. ചെറുകുന്നിലേക്ക് റോഡ് തിരിയുന്ന ഭാഗത്തുള്ള യു-ടേണിന് സമീപത്താണ് സ്ലാബ് തകർന്ന് കാന തുറന്നു കിടക്കുന്നത്. സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് തകർന്നു കിടക്കുന്ന സ്ലാബും തുറന്നു കിടക്കുന്ന കാനയും ഇരുചക്രവാഹന യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ജീവന് ഭീഷണി ഉയർത്തുകയാണ്. തകർന്ന സ്ലാബിനുള്ളിലെ ഇരുമ്പ് കമ്പി റോഡിലേക്ക് ഉയർന്നു നിൽക്കുന്നതും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇരുചക്രവാഹനങ്ങളിലോ കാൽനടക്കാരുടെയോ വസ്ത്രങ്ങളിലോ ഈ കമ്പി ഉടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. നാളുകൾക്ക് മുൻപ് ഏതോ വാഹനമിടിച്ചാണ് കാനയുടെ മുകളിലെ സ്ലാബ് തകർന്നത്. എന്നാൽ സ്ലാബ് മാറ്റി സ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കാനുള്ള നടപടി അധികൃതർ ഇനിയും സ്വീകരിച്ചിട്ടില്ല. ചെറുകിട സ്വയം തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന വാങ്ങുന്ന യൂസർ ഫീ മാലിന്യത്തിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വാങ്ങാനുള്ള നടപടി പഞ്ചായത്തുകൾ സ്വീകരിക്കണമെന്ന് ആവശ്യമുയരുന്നു. ചെറുകിട സ്വയം തൊഴിൽ സ്ഥാപനങ്ങളെ യൂസർ ഫീസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥ് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും തദ്ദേശ വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഈ വീട്ടമ്മമാരായ ഒരു മെഷീനൊക്കെ ഇട്ട് തയ്ക്കുന്ന ടൈലർമാര്, അതുപോലെ തന്നെ ജനസേവാ കേന്ദ്രങ്ങൾ, എന്തിനധികം പറയുന്നു മുറുക്കാൻകട പോലെയുള്ള ആൾക്കാർക്ക് ഈ നിയമം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാര്യം ഇത് 100 രൂപയേ ഉള്ളെങ്കിലും പല കടകളും ബിസിനസ് ഇല്ലാണ്ട് കട പൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വാടക കൊടുക്കാനും കറണ്ട് ബില്ല് കെട്ടാനും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇത്തരം കടക്കാരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രി പഞ്ചായത്ത് മിനിസ്റ്റർക്കൊക്കെ പരാതി കൊടുത്തത്. നിലവിൽ QR കോഡ് പതിപ്പിച്ച ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്നും 100 രൂപയാണ് ഫീ ഈടാക്കുന്നത്. ഇവിടങ്ങളിൽ മാലിന്യം നൽകുവാനില്ലെങ്കിൽ പോലും ഹരിതകർമ്മസേനയ്ക്ക് പണം നൽകുവാൻ നിർബന്ധിതരാകുകയാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഞാനൊരു ചെറുകിട വ്യവസായം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ 100 രൂപ ഞങ്ങളുടെ കയ്യിൽ എല്ലാ മാസവും വാങ്ങിക്കാറുണ്ട്. സർക്കാരിൻ്റെ ഉത്തരവ് ഞാൻ അറിഞ്ഞു. അത് ഞങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് ഞങ്ങൾ ഒഴിവാക്കി തന്ന ഞങ്ങൾക്ക് അന്നന്ന് കഴിയാൻ തന്നെ ഞങ്ങൾക്ക് വകയില്ലാത്തൊരു മാർഗത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വാടക വരെ ഞങ്ങൾക്ക് മുട്ടിപ്പോകുന്നില്ല. അതിനിടയ്ക്ക് ഇപ്പോൾ യൂസർ ഫീ 100 രൂപ കൂടെ കഴിയുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കി തന്നതിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരം. ഇത് എത്ര വേഗം പഞ്ചായത്ത് ഞങ്ങൾക്ക് നടപ്പിലാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പരാതിയെ തുടർന്ന് ചെറുകിട സ്വയം തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യത്തിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം യൂസർ ഫീ തീരുമാനിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അനുമതി നൽകിയിരുന്നു. ഉത്തരവ് നടപ്പിലാക്കാൻ പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതുക്കാട് ഒല്ലൂർ മേഖലയിലെ മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു. ദീപ്തി HSS പ്രിൻസിപ്പൽ ഫാദർ ജോഷി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് DYSP PV സിന്ധു മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. PTA പ്രസിഡന്റ് KB പ്രദീപ് അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകരായ CF ജെയിംസ്, സുരേഷ് എടക്കുന്നി, പ്രധാനാധ്യാപിക ലിയ K റാഫേൽ, പബ്ലിക് റിലേഷൻ കമ്മിറ്റി ചെയർമാൻ PA ജോൺസൺ, OSA പ്രസിഡന്റ് TT ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു.
സംസ്ഥാനത്ത് ആദ്യമായി മുഴുവൻ അംഗങ്ങൾക്കും ഓണസമ്മാനം നൽകുന്ന യൂണിറ്റ് എന്ന ബഹുമതി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോടാലി യൂണിറ്റിന് സ്വന്തമായി. യൂണിറ്റിന് കീഴിലെ 675 അംഗങ്ങൾക്കായി 3 ലക്ഷത്തോളം രൂപയാണ് ഓണസമ്മാനമായി നൽകിയത്. 60 വയസ്സ് പിന്നിട്ടവർക്ക് 1000 രൂപ വീതവും 10 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് 400 രൂപ വീതവും സമ്മാനിച്ചു. ബാക്കിയുള്ള അംഗങ്ങൾക്ക് 200 രൂപ വീതം നൽകി. സമിതിയുടെ ഭദ്രം പദ്ധതിയിൽ അംഗമായിരുന്ന അന്തരിച്ച TS രാജന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്കും ഇതോടൊപ്പം വിതരണം ചെയ്തു. ചടങ്ങിൽ സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഓണസമ്മാന വിതരണം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പൊക്കയിലത്ത്, ഫൗസിയ ഷാജഹാൻ, CP ഉണ്ണികൃഷ്ണൻ, BM ഷാജഹാൻ, ടൈറ്റസ് കട്ടക്കയം, ജോർജ് സഫീലോ എന്നിവർ പ്രസംഗിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, കൊടകര ഗ്രാമപഞ്ചായത്ത്, കൊടകര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മനക്കുളങ്ങര പകൽവീട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. കൊടകര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S സുനില, വാർഡംഗം MM ഗോപാലൻ, ഫാർമേഴ്സ് ബാങ്ക് പ്രതിനിധി റോസിലി പാപ്പച്ചൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് തണൽ പ്രസിഡന്റ് MO ഡേവിഡ്, സ്വയംപ്രഭ ഹോം കെയർ ടേക്കർ സുജിത, കൊടകര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസർ റിജിമോൾ മേരി പാറയ്ക്കൽ, ആശാ വർക്കർ റോസിലി തോമസ് എന്നിവർ സന്നിഹിതരായി. മറ്റത്തൂർ APHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാർത്തിക് കൃഷ്ണൻ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും വാർദ്ധക്യത്തിൽ ആരോഗ്യം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആളൂർ ഹോമിയോ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ യോഗ ട്രെയിനർ സുകുമാരൻ യോഗ പരിശീലനം നൽകി. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി വെള്ളാങ്കല്ലൂർ മൾട്ടിപർപ്പസ് വർക്കർ റിനി സ്ക്രീനിംഗ് ടെസ്റ്റിന് നേതൃത്വം നൽകി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന് പുതുക്കാട് സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് CN വിദ്യാധരന്റെ നേതൃത്വത്തിൽ വാഷിംഗ് മെഷീൻ നൽകി. ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KE സദാശിവൻ, പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവരാജൻ എന്നിവർ സന്നിഹിതരായി. കൊടകര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF നേതൃത്വത്തിലുള്ള സഹകരണ മുന്നണിയെ അനുമോദിച്ചു. യോഗത്തിൽ CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, CPM ഏരിയ കമ്മിറ്റി അംഗം CM ബബീഷ്, ബാങ്ക് മുൻ പ്രസിഡന്റ് AC വേലായുധൻ, KK ജോർജ്, ബാങ്ക് MD VD ബിജു, പ്രസിഡന്റ് KC ജെയിംസ്, ഡയറക്ടർ MK ജോർജ് എന്നിവർ പ്രസംഗിച്ചു. രുചിയൂറും വിഭവങ്ങളുടെ വൈവിധ്യങ്ങളുമായി തനൂസ് കിച്ചൺ കൊടകര ടൗണിൽ ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 9-നാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സങ്കൽപ് ഹബ്ബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമണിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കും ലോ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റു മേഖലകളിലുള്ള സ്ത്രീകൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി തൃശൂരിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സാമൂഹ്യനീതി വകുപ്പ് സീനിയർ സൂപ്രണ്ട് ജോയ്സി സ്റ്റീഫൻ, K രാധാകൃഷ്ണൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വനിതാ ശിശുവികസന വകുപ്പിന്റെ വിവിധ സ്കീമുകളെക്കുറിച്ച് ജില്ലാ മിഷൻ കോർഡിനേറ്റർ PD വിൻസെന്റ്, ജെൻഡർ സ്പെഷ്യലിസ്റ്റ് ദീപ ജോസ് എന്നിവർ ക്ലാസ് എടുത്തു. കുടുംബശ്രീ സാമൂഹികനീതി വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2 ജീവനുകൾ തിരികെ പിടിക്കാൻ തൃശൂർ പുത്തൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ കാരുണ്യയാത്ര ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുത്തൂർ പഞ്ചായത്തിലെ 2-ാം വാർഡ് തോണിപ്പാറ സ്വദേശി വടക്കൂട്ട് പ്രമോദിന്റെയും നിമയുടെയും മകൻ 7 വയസ്സുള്ള ദക്ഷിൻ ബ്ലഡ് ക്യാൻസർ മൂലം തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. കൂടാതെ പുത്തൂർ പഞ്ചായത്ത് 6-ാം വാർഡ് കൊളാംകുണ്ട് സ്വദേശി പാറുക്കാരൻ സുരേന്ദ്രൻ മണി എന്നിവരുടെ മകൻ 29 വയസ്സുള്ള സുധി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്. ഇരുവരുടെയും ചികിത്സയ്ക്ക് ഭീമമായ തുക ചിലവ് വരുമെന്ന് അറിഞ്ഞതോടെയാണ് സഹായഹസ്തവുമായി സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും രംഗത്ത് വന്നത്. തൃശൂർ, ഒല്ലൂർ, പുത്തൂർ, പൊന്നൂക്കര, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, കൊളാംകുണ്ട്, ചേരുംകുഴി എന്നീ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന 24ഓളം സ്വകാര്യ ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തിയത്. ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, PS സജിത്, തിലകൻ തേറമ്പിൽ, ശ്രീരാഗ് കാര്യാട്ട്, രാമചന്ദ്രൻ പുഞ്ചാടത്ത്, ബസ് ഉടമകൾ, സ്കൂൾ അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. ഇവരെ സഹായിക്കുന്നതിനായി റവന്യൂ മന്ത്രി K രാജൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധിയും രൂപീകരിച്ചിട്ടുണ്ട്.
പുത്തൂർ സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ നടത്തിയ ന്യൂസ് പേപ്പർ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ഇരുവരുടെയും ചികിത്സാ നിധിയിലേക്ക് നൽകുന്നതിനായി കളക്ടർക്ക് കൈമാറി. ഇരുവരെയും സഹായിക്കാൻ താൽപര്യമുള്ളവർ കനറ ബാങ്ക് പുത്തൂർ ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പർ 11-094278421 IFSC കോഡ് CNRB 003533 എന്ന അക്കൗണ്ടിൽ നൽകുക. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപയും പവന് 53,360 രൂപയും രേഖപ്പെടുത്തി. മണ്ണമ്പേട്ട കാളക്കല്ല് തരകൻ പൂവത്തൂക്കാരൻ പൊറിഞ്ചു അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആലീസാണ് ഭാര്യ. സുജ, സിജോ എന്നിവർ മക്കളും, ഷാജി, ജിനി എന്നിവർ മരുമക്കളുമാണ്. രാപ്പാൾ പള്ളം കോരാത്തേരി വേലായുധൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ കോതക്കുട്ടിയാണ് ഭാര്യ. വത്സൻ, ബിന്ദു, ബീന, ശകുന്തള എന്നിവർ മക്കളും, അംബിക, വാസു, വേലായുധൻ, പരേതനായ അനിലൻ എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് പുതുശ്ശേരി തളിയപ്പറമ്പിൽ ഔസേപ്പ് ഭാര്യ ഏലിയാമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിൽ. ലില്ലി, ലീല, ടോണി, ലിജി, പരേതയായ ലിസി എന്നിവർ മക്കളും, ആൻഡ്രൂസ്, വർഗീസ്, ഷാനി, ജോസ്, പരേതനായ ആന്റണി എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി കരയാമ്പാടം കാരിക്കത്ര കൃഷ്ണൻകുട്ടി നായർ ഭാര്യ പത്മാവതി അമ്മ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുപ്പിളിയം പീടിക്കപ്പറമ്പ് നൊട്ടപ്പള്ളി കിട്ടുണ്ണി ഭാര്യ പാറുക്കുട്ടി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലത, ശ്യാമള, മിനി, ഹരി എന്നിവർ മക്കളും, മോഹനൻ, രാജു, ചന്ദ്രശേഖരൻ, മിനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായി കേരള വിഷൻ സംരംഭക കൺവെൻഷൻ വ്യാഴാഴ്ച തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ചിമ്മിനി ഡാമിന്റെ 4 ഷട്ടറുകളും 2 സെന്റിമീറ്റർ വീതം തുറന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നത്. പോലീസ് ചമഞ്ഞ് അതിഥി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നയാളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ചാവക്കാട് സ്വദേശി. പേരാമ്പ്ര അപ്പോളോയ്ക്ക് സമീപം റോഡിൽ തുറന്നുകിടക്കുന്ന കാന അപകട ഭീഷണിയായി. ചെറുകുന്നിലേക്ക് റോഡ് തിരിയുന്ന ഭാഗത്തുള്ള യൂടേണിന് സമീപത്താണ് സ്ലാബ് തകർന്ന് കാന തുറന്നുകിടക്കുന്നത്. ചെറുകിട സ്വയം തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന വാങ്ങുന്ന യൂസർ ഫീ മാലിന്യത്തിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വാങ്ങാനുള്ള നടപടി പഞ്ചായത്തുകൾ സ്വീകരിക്കണമെന്ന് ആവശ്യമുയർന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10 പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.